ശ്രീ സുമേഷ്, ഇപ്പോൾ നിയമസഭ നടന്നു വരുന്ന സമയമാണ്. ഇന്ന് സഭയ്ക്കകത്ത് പ്രതിപക്ഷം അവരേറ്റവും അധികം കൊണ്ടു നടക്കുന്നൊരു വിഷയത്തെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം പോലും നടത്തിയില്ല, കൊണ്ടുവന്നില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ നടത്തുന്ന ഒരു സമര കേന്ദ്രത്തിലേക്ക് പോയ പ്രതിപക്ഷ നേതാവ് അവിടെ വെച്ച് ആ പ്രസംഗത്തിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. പറഞ്ഞു വഷളാവുകയാണോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്? തീർച്ചയായിട്ടും വളരെ ആശ്ചര്യപ്പെടുത്തുന്ന അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇമ്മച്വറായിട്ടുള്ള ഒരു പ്രതികരണമാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൽ നാം ഇന്ന് കേട്ടത്. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ നേരത്തെ തന്നെ ബഹുമാന്യനായ ശരത്ത് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഈ പ്രതിപക്ഷം സ്ഥലജല വിഭ്രാന്തിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം അവർ വയനാട് ക്യാമ്പൊക്കെ നടത്തി ഞങ്ങൾ 100 സീറ്റിലേറെ പിടിക്കും, ഇതിലൊന്നും നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. കാരണം വെച്ചാൽ കേരളത്തിൻ്റെ ഒരു പൊതു പൾസ് എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ആ യാഥാർത്ഥ്യം അവർക്കറിയാം. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ചെറിയ ചില പ്രയാസങ്ങൾ അനുഭവിച്ചതിന് പ്രത്യേകമായ പ്രാദേശിക കാരണങ്ങളും പൊതുവുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നിയമസഭയിൽ അങ്ങനെ വലിയ വിജയം ഉണ്ടാവില്ല. അതിൻ്റെ ഉദാഹരണം എന്താ? അവർ വലിയ സമരം പ്രഖ്യാപിച്ചു. സ്വർണ്ണക്കടത്ത് ആദ്യത്തെ ദിവസം സഭയിൽ വലിയ നിലയിൽ ഞങ്ങളിത് നടത്താൻ അനുവദിക്കില്ല, ഞങ്ങളിത് തടയും എന്നൊക്കെ പറഞ്ഞു വന്നു. ശക്തമായി ഞങ്ങളും പറഞ്ഞു, എന്താ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള വിഷയം? അതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഒരു ക്ഷേത്രത്തിൽ, കേരളത്തിലെ തന്നെ ലോകത്ത് തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പാണ്. അതിൻ്റെ എല്ലാ സത്യവും പുറത്തു വരണം. ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കപ്പെട്ടേ ഇല്ല, സഭ നടത്താൻ അനുവദിക്കില്ല. ഞങ്ങളിതാ പ്രതിപക്ഷ നേതാവ് തന്നെ എഴുന്നേറ്റെന്ന് സ്പീക്കറോട് പറഞ്ഞു, ഞങ്ങൾ സഭാ നടപടികളുമായിട്ട് സഹകരിക്കില്ല, ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് പോവുകയാണ്. ഞങ്ങളും ശക്തമായ നിലപാടെന്ന് അന്ന് സ്വീകരിച്ചു. എല്ലാവരും പറഞ്ഞു. പ്രതിപക്ഷം അന്ന് വലിയ അമളി പറ്റി പ്രതിപക്ഷത്തിന്. കാരണം രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ കാണുന്നതാണെങ്കിൽ ഏറ്റവും ശക്തമായി ഇതിൽ പ്രതിയാവാൻ പോകുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നതും കോൺഗ്രസ്സാണ്. 2004 ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെയാണ് സ്വർണം ഈ പോറ്റിയും അത് വാങ്ങിച്ച ആളുമൊക്കെ എത്തിച്ചേർന്നതല്ല രാഷ്ട്രീയ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അടൂർ പ്രകാശിൻ്റെ വിഷയങ്ങൾ വന്നു. തുടർന്ന് ഇങ്ങോട്ട് അജയ് തറൽ വരെയുള്ളവർ വിവിധ ഭരണസമിതിയുടെ കാലത്ത് അവിടെ നടന്നിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് പറയാം. ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പിനെ അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം CPIM-നെ ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കാൻ അനുവദിക്കില്ലെന്നുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഇന്ന് തിങ്കളാഴ്ച സഭ 3-4 ദിവസം ഉണ്ടായില്ല. ഇന്ന് വന്നപ്പോഴെന്താ പറയുന്നത്? ഞങ്ങൾ സഭാ നടപടികളുമായിട്ട് സഹകരിക്കും, ഞങ്ങളിത് 2 MLA-മാരെ പുറത്തിരുത്താൻ പോകുന്നു. പ്രിയപ്പെട്ട സ്ഥലത്തെ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർത്താൻ പറ്റാത്ത നിലയിലേക്ക് അവർ മാറി. ഒന്ന്, നമുക്ക് തന്നെ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ ഇതുപോലെ കേരളത്തിലെ പോലീസ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഈ പിണറായി വിജയന് ഒന്നിനും കൊള്ളില്ല, മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയും പോലീസിനെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണമായിട്ട് വന്നു. 2 പേരെ ഇതുപോലെ അന്ന് സനീഷിനെയും നമ്മുടെ മഞ്ചേശ്വരം MLA അഷ്റഫിനെയും സമരം ഇരുത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സമരമില്ല എന്ന് ചോദിക്കുമ്പോൾ സമരം ആരും അറിയാതെ അന്ന് വിഡ്രോ ചെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കാണിക്കുന്നത് എന്താ? കേരളത്തിലെ പ്രതിപക്ഷം അങ്ങേയറ്റം അപക്വമായ സ്ഥലജല വിഭ്രാന്തിയിലൂന്നി അവർക്കൊരു പ്രതീക്ഷയുമില്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറി. അതിൻ്റെ ഭാഗമായി എന്തെല്ലോ വിളിച്ചു പറയുകയാണ്. ആ വിളിച്ചു പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ നാട്ടിലൊരാളും പറയാത്തൊരു കാര്യം, ഒരാളും അംഗീകരിക്കാത്തൊരു കാര്യം, അങ്ങേയറ്റം മോശമായ പരാമർശമാണ് നടത്തിയത്. അദ്ദേഹം ക്ഷമ ചോദിക്കേണ്ടതാണ്. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയോട് നിങ്ങൾക്ക് ഭരണപരമായ ഏതെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ന്യായമായിട്ട് ഉന്നയിക്കാം. എന്താ എന്ന് പറഞ്ഞ് അവൻ ആരാണ്? അവൻ എന്ത് വിദ്യാഭ്യാസ മന്ത്രിയാണ്? അവനാണോ ഞങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സമരം എന്തെല്ലാം നടന്നിട്ടുണ്ട്. കേരള നിയമസഭയിൽ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മുണ്ടുപൊക്കി കാണിച്ചിട്ടില്ലേ? ആരെയാ കാണിച്ച്? മുണ്ടുപൊക്കി കാണിച്ചിട്ടില്ലേ കേരളത്തിൻ്റെ നിയമസഭയിൽ? ഓർമ്മയില്ലേ കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങൾ കാണിച്ചിട്ടുണ്ട്? അന്ന് ബഹുമാന്യായ ശോഭന ജോർജ് പറഞ്ഞ കാര്യം പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ സംഭവബഹുലമായ സംഭവമായിരുന്നില്ലേ നിയമസഭയിൽ നടന്നത്? നമുക്കങ്ങനെ ചർച്ച ചെയ്യാൻ ആരംഭിച്ചാലോ? കേരള നിയമസഭയിൽ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ ഈ കേരളത്തിൻ്റെ സർവാധര ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്.
വലിയ നിലയിൽ മാറ്റം ഉണ്ടായില്ലേ പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്യുന്നതിൽ? ഇപ്പോൾ കലോത്സവത്തിൻ്റെ നടത്തിപ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്താൽ അക്കാദമിക് രംഗത്ത് പൊതുവിൽ നാം ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റം, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റും ആകെ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? ആ കാര്യങ്ങളൊക്കെ നിൽക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലേക്ക് പോകുന്നത് രാഷ്ട്രീയമായും ഭരണപരമായും വിമർശനം ഉന്നയിക്കാൻ പറ്റാത്ത നിലയിലേക്ക് പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.